ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറേ ദിവസവും ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്, സമയമൊന്നും കിട്ടത്തില്ല വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഡാൻസ് ക്ലാസ്സിന് പോകുന്നൊരു വീഡിയോ എടുക്കാം എന്ന്. ഞാൻ രാവിലെ റെഡി ആവാൻ പോവാണ്. അപ്പോൾ ഞാൻ കുളിച്ച് ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് റെഡി ആകുമ്പോൾ. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഗോതമ്പ് ദോശയും മീൻകറി. ഇന്നലത്തെ മീൻകറിയാണ്, പൊളി ടേസ്റ്റാണ് ഇന്നലത്തെ മീൻകറിയും ഇന്നത്തെ ഗോതമ്പ് ദോശയും. അപ്പോൾ ഇങ്ങനെ ഇന്നലത്തെ മീൻ ചാറൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ സിമ്പിളാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിച്ചാൽ പൊളി ടേസ്റ്റാണ്. പിന്നെ എൻ്റെ കൂടെ സാമ്പാറും നല്ലതാണ്. എനിക്ക് പക്ഷേ ഇതാണ് കുറച്ചുകൂടി ഇഷ്ടം. അങ്ങനെ ഞാൻ 2 ഗോതമ്പ് ദോശ കഴിച്ചു. ഗോതമ്പ് ദോശ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വയറ് നിറയും. പിന്നെ വേണമെങ്കിൽ എനിക്ക് ഒന്നുകൂടെ കഴിക്കാം. പക്ഷേ ഞാൻ ഡാൻസിന് പോകുന്നതുകൊണ്ട് ഹെവി ആയിട്ട് അത്ര ഫുഡ് കഴിക്കത്തില്ല. കാരണം നമ്മൾ ഡാൻസ് കളിക്കണ്ടേ, അപ്പം അത്ര ഹെവി ആയിട്ടൊന്നും കഴിക്കത്തില്ല. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് ആഷ്മി ഇവിടെ മിക്കൂനെ എടുത്ത് സൈക്കിൾ ഓട്ടുമായിരുന്നു. അവർക്ക് ഞാൻ നേരത്തെ കഴിച്ചു, എനിക്ക് നേരത്തെ പോകണം. 10 മണിക്കാണ് ക്ലാസ്. അവർ 10 മണി 10:30 ആയിട്ട് എന്നെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ടേ അമ്മയും മോൾക്ക് കഴിക്കത്തുള്ളൂ. പാവം മിക്കു അത് പേടിച്ച് വിറച്ചിരിക്കുക. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കുക. കാരണം ആഷ്മി ബലം പിടിച്ചിരിക്കുക അതിനകത്ത്. പിന്നെ ഞാൻ ഒരുങ്ങാൻ പോയി. ഞാൻ പിന്നെ കുറച്ച് നേരം മുടി ഉണക്കാൻ ഫാൻ്റെ ഇതിലൊക്കെ ഇരുന്നായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ മുടി ഞാൻ പോണിട്ടയിലാണ് മിക്കവാറും കെട്ടുന്നത്. പക്ഷെ ചെറുതായിട്ട് നനഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മുടി കെട്ടിയില്ല. പിന്നെ ഞാൻ ലൈറ്റായിട്ട് മേക്കപ്പ് ഇടത്തുള്ളൂ. അവിടെ അങ്ങനെ മേക്കപ്പ് ഇടുന്നത് ഞങ്ങളുടെ ചേച്ചിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ചേച്ചിയെന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ പണ്ട് മുതലേ ചേച്ചിയെന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ണെഴുതാൻ നിർബന്ധമാണ്. കണ്ണെഴുതും, പൊട്ടിടും, കുറച്ച് ലിപ്സ്റ്റിക് ഇടും, പൗഡർ ഇടും, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്. പിന്നെ എനിക്ക് യൂണിഫോം ഇല്ല. ഞാൻ വേണ്ടി കളർ ഡ്രസ്സാണ് ഇടുന്നത്. പക്ഷേ ഞങ്ങളിവിടെ കാത്തു വരുന്നത്. അപ്പോൾ കാത്തു വരുമ്പോൾ ഞങ്ങൾക്ക് യൂണിഫോം കാണിച്ചു തരാം. ഞങ്ങൾക്ക് വെക്കേഷൻ ക്ലാസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ നിന്ന് മീൻ വറുത്തതും സാമ്പാറുമാണ്. ഞങ്ങൾക്ക് വെക്കേഷൻ ക്ലാസ്സിന് 4 ദിവസമാണുള്ള ആഴ്ചയിൽ. അപ്പോൾ വെക്കേഷൻ ക്ലാസ് അല്ലാത്തപ്പം 2 ദിവസമുള്ളൂ, ശനി ഞായറും. അത് അരങ്ങേറ്റം കഴിഞ്ഞവർക്ക് വൈകിട്ടും അരങ്ങേറ്റം കഴിയാത്തവർക്ക് രാവിലെയാണ്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായിട്ട് നമുക്ക് ഫുഡ് കൊണ്ടുപോകണം, ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ ഇന്നിവിടെ മീൻ വറുത്തതും, എന്ത് മീനാണെന്ന് എനിക്കറിഞ്ഞൂടെ, മീൻ വറുത്തതും സാമ്പാറുമാണ്. അങ്ങനെ ഞാനതൊക്കെ എടുത്ത് ബാഗ് വെച്ച് പോകാൻ ഇറങ്ങുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ലുക്ക്? പാവാട ഉടുപ്പുമാണ്. എനിക്ക് യൂണിഫോം ഞാൻ പറഞ്ഞല്ലോ. പാവാട ഉടുപ്പുമാണ് ഇട്ടത്. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? ഞാനും അമ്മയും ആഷ്മി കാത്തൂടാണ് പോകുന്നത്. കാത്തു 1 വർഷമായിട്ട് പഠിക്കുന്നു. ഞാൻ പക്ഷെ 9-10 വർഷമായി. ഞാൻ 2-3 വയസ്സുള്ളപ്പോൾ അമ്മ എന്നെ അവിടെ കൊണ്ട് ചേർത്ത്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലാസിക്കൽ ഡാൻസ്. അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ട് ചേർത്ത്. അങ്ങനെ ഞാൻ 1ാം ക്ലാസ് പഠിച്ചപ്പോൾ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനും കാത്തൂടാണ് പോകുന്നത്. ഞാൻ പിന്നെ പാവാടൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ റെഡ് കളർ സ്റ്റഡും ഇട്ട് അങ്ങനെ ഞാൻ എല്ലാം റെഡിയായി കാത്തൂനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാത്തു ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തു. അവസാനം കാത്തു വന്നു. കാത്തുവിൻ്റെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ യൂണിഫോം. പാൻറ്റ് ഇതല്ല, പാൻറ്റ് അവർക്ക് ചേരാത്തതുകൊണ്ടുള്ള പാൻറ്റ് ഇട്ടിട്ടില്ല. യൂണിഫോമിൻ്റെ പാൻറ്റ് ഗോൾഡ് കളർ പാൻറ്റ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പൊക്കോണ്ടിരിക്കുകയാണ്. 4 പേര് ഇവിടെ അടുത്താണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് കാപ്പിയൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ ചിലങ്കയിലോട്ട് പോയി. അങ്ങനെ കാരണം ഞങ്ങൾ അവിടെ എത്തി. കുറേ പേര് വന്നു. ഇന്ന് കുറച്ച് ലേറ്റ് ആയെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ചിലങ്ക എന്നാണ് ഡാൻസ് സ്കൂളിൻ്റെ പേര്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. കുറേ പേര് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എക്സസൈസ്, നമ്മളെപ്പോൾ ഡാൻസ് കളിക്കാൻ തുടങ്ങിയാലും രാവിലെ എക്സസൈസ് ചെയ്യിപ്പിക്കും. കണ്ണിൻ്റെത്, കഴുത്തിൻ്റെത്, കൈയുടേത് അത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ കൂടെ ഉള്ളവരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണ് അവിടുത്തെ ഏറ്റവും വലിയ സീനിയർ ഇപ്പം. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനാണ്. ഒരു ചേച്ചി ഡിഗ്രിക്ക് +2, +1, 10. പക്ഷെ ഞാൻ മാത്രമാണ് ഇട്ടില്ല. കാരണം എന്നെ അത്രയും ചെറുതിൽ അമ്മ കൊണ്ട് ചേർത്തതാണ്. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം എല്ലാവരും വിട്ട് കഴിഞ്ഞ് അമ്മേനെ വിളിക്കാൻ വന്നപ്പോൾ ഞങ്ങളെ ചേച്ചി കളിപ്പിക്കാൻ കയറ്റിയത്. ഞങ്ങൾ ഭരതനാട്യത്തിൻ്റെ അവസാനത്തെ ഇത് പഠിക്കുകയാണ്. ഡാൻസ് തില്ലാന എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ അലാരിപ്പ്, ജതിസ്വരം അതൊക്കെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു.
അങ്ങനെ പിള്ളേരെയൊക്കെ വിട്ടു. ബസ്സിലാണ് പലരും പോകുന്നത്. ബസ് കയറാൻ നിൽക്കുകയാണ്. അവരൊക്കെ വിട്ട് കഴിഞ്ഞ് ഞങ്ങൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തില്ലാന അങ്ങനെ കുറേ നേരം ഞങ്ങളെ പഠിപ്പിച്ചു. പുതിയൊരു ഐറ്റം പഠിപ്പിച്ച്. അതിന് മുമ്പ് ഞങ്ങൾ 30 മിനിറ്റോളം വർണ്ണം പഠിച്ചു കഴിഞ്ഞായിരുന്നു. അങ്ങനെ അത് ക്ലിയർ ചെയ്തിട്ടാണ് ചേച്ചി ഇത് പഠിപ്പിച്ചത്. ഭയങ്കര പാടാണ് ഈ തില്ലാന കളിക്കാൻ. ഭയങ്കര നല്ല എഫേർട്ട് എടുത്ത് കളിക്കേണ്ടതാണ്. ഇതിൽ മോഹിനിയാട്ടം മോണക്കില്ല നല്ലതായിട്ട് ഒടിഞ്ഞ് കളിക്കേണ്ട ഒരു തില്ലാന. ഞാൻ മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്. ഞാൻ കോമ്പറ്റീഷനും പോയിട്ടുണ്ട്. അങ്ങനെ തില്ലാന ഞങ്ങൾ പകുതിയോളം പഠിച്ചില്ല. ഞാൻ ഇത് ശനിയാഴ്ചയാണ് ഈ വീഡിയോ എടുത്തത്. ഇപ്പം ഞായറാഴ്ചയും ക്ലാസ് ഉണ്ട്. പക്ഷേ ഞായറാഴ്ച നമുക്കൊരു കല്യാണം ഉണ്ട്, അവിടെ ഞാൻ പോയില്ല. ഞാൻ അന്ന് പഠിപ്പിച്ചതൊക്കെ അടുത്ത ആഴ്ച വന്ന് പഠിച്ചെടുക്കണം. പിന്നെ ഞങ്ങളൊരു 5:30-6 മണിയൊക്കെ ആവാറായപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളൊരു ഷോപ്പിൽ കയറി. ഇത് ഞങ്ങൾ ഇവിടെ ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. ഇന്നലെ ഇതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഇന്ന് ഞങ്ങളിവിടെ കയറി. ഈ അങ്കിളിന് ഇതിൻ്റെ ഫ്രണ്ടിലും ഒരു കടയുണ്ട്, ഒരു മിനി സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ഒരു ഫാൻസി ഷോപ്പ്. ഇവിടെ കയറി ഞങ്ങൾ നാളെ കല്യാണത്തിന് ഇടാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ.